ഹലോ, പലരുടെയും സംശയമാണ് നമ്മൾ ഈ സ്മോക്ക് ചെയ്യുന്നത് കൊണ്ട് കഷണ്ടി ആകുമെന്നുള്ളത്. ഉത്തരം കഷണ്ടി ആകും എന്ന് പറഞ്ഞാൽ സ്മോക്കിങ്ങിൽ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിലോട്ട് നിക്കോട്ടിൻ്റെ അളവ് കൂടും. ഈ നിക്കോട്ടിൻ ഹെയറിന് വളരെയധികം നെഗറ്റീവായിട്ടാണ് എഫക്റ്റ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഒന്ന്, നിക്കോട്ടിൻ നമ്മുടെ ശരീരത്തിലെ ഡൈഹൈഡ്രോടെസ്റ്റോസ്റ്ററോൺ എന്ന ഹോർമോണിൻ്റെ ലെവൽസിനെ ഇൻക്രീസ് ചെയ്യും, അതുപോലെ അതിൻ്റെ സെൻസിറ്റിവിറ്റി കൂട്ടും. ഈ ഹോർമോണാണ് കഷണ്ടിയെ ട്രിഗർ ചെയ്യുന്ന ഫാക്ടർ. രണ്ടാമത്, ഈ നിക്കോട്ടിൻ ഹെയറിൻ്റെ ഫോളിക്കിൾസിൽ എഫക്റ്റ് ചെയ്തിട്ട് ഈ ഫോളിക്കിൾസിൻ്റെ DNA ഡാമേജ് ചെയ്യും. അപ്പോൾ അത് കാരണം ഈ ഹെയർസ് വളരെ പെട്ടെന്ന് ഏജിങ് ആകും. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെയർ നരയ്ക്കാൻ തുടങ്ങും ഫാസ്റ്റായിട്ട്. അതുപോലെ കഷണ്ടിയും ആക്സിലറേറ്റ് ചെയ്യും. മൂന്നാമത് ഈ നിക്കോട്ടിൻ തന്നെ ഈ ഹെയറിൻ്റെ ലോട്ടുള്ള ബ്ലഡ് സപ്ലൈ കുറയ്ക്കും. എന്ന് പറഞ്ഞാൽ ചെറിയ രക്തക്കുഴലുകളുണ്ട് ഈ നമ്മുടെ തലയോട്ടിയിൽ. ആ രക്തക്കുഴൽ കൺസ്ട്രിക്റ്റ് ആവും. അപ്പോഴത്തേക്ക് അവിടുത്തെ രക്തോട്ടം കുറയുകയും കഷണ്ടി വളരെ വേഗം വരികയും ചെയ്യും. നിങ്ങളിപ്പം ഒരു മുടിയെ സ്നേഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഈ മുടിയെ മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് സ്മോക്കിങ്ങിൽ നിന്ന് ക്വിറ്റ് ചെയ്യേണ്ടതാണ്.